പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് 5ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ 4ാമത്തെ അധ്യായമായ അക്ഷരങ്ങളിൽ തൊടുമ്പോൾ എന്ന് പറയുന്ന ഈ പാഠഭാഗമാണ്. സാധാരണ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഈ അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തി കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ അറിവ് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഇത് എന്ന്. അതിനുവേണ്ടി നമുക്കൊരു സോഫ്റ്റ്വെയർ തുറക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷനിൽ പോകുന്നു. ഓഫീസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്നു. ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന ഈ സങ്കേതമാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളത്. അത് ഓപ്പൺ ആക്കുന്നു. ലിബർ ഓഫീസ് തുറന്നു വന്നിരിക്കുന്നു. ഇതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ഇവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. ഇതാ ഇവിടെ ഈ മിന്നിക്കൊണ്ടിരിക്കുന്ന ഇതിന് പറയുന്ന പേരാണ് കഴ്സർ. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് കീബോർഡാണ്. കീബോർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ICT പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് കീബോർഡ്. ഈ കീബോർഡിൻ്റെ ലേ ഔട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ 2 കൈയും ഉപയോഗിച്ച്, കൈവിരലുകളും ഉപയോഗിച്ച് ആയിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓരോ വിരലിനും നിങ്ങൾ ഈ കളറ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ കളറ്, ഈ വിരലുകൾ പോകേണ്ടത് ഈ കീയിലാണ്. ഈ ചെറുവിരൽ, വലതുഭാഗത്തെ ചെറുവിരൽ തട്ടേണ്ടത്, എത്തിപ്പെടേണ്ടത് ഈ മുഴുവൻ കീയിലും എത്തിപ്പെടണം. അതുപോലെ തന്നെ ഇടതുഭാഗത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഉപയോഗം സാവധാനം പഠിക്കാം. ശ്രദ്ധിക്കേണ്ടത് 2 കൈയും ഉപയോഗിച്ച് ആയിരിക്കണം ടൈപ്പ് ചെയ്യാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് എന്നാണ്. ഇതിൽ നമുക്ക് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട ശീലങ്ങളെക്കുറിച്ച് ഒരു മാതൃക തയ്യാറാക്കാനാണ്. ഇതാണ് നമുക്ക് തയ്യാറാക്കേണ്ട മാതൃക. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ലിബർ ഓഫീസ് റൈറ്റർ തുറന്നു. ലിബർ ഓഫീസ് റൈറ്റർ നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ അതിൽ ടൈപ്പിംഗ് ആരംഭിക്കുകയാണ്. ടൈപ്പിംഗ് ആരംഭിക്കുന്നതിന് നമുക്കൊരു ഫ്രെയിം ആവശ്യമുണ്ട്. ഇത് വലിയൊരു പ്രതലമാണ്. ഇവിടെ നമുക്കൊരു ഫ്രെയിം ആവശ്യമുണ്ട്. ആ ഫ്രെയിമിന് വേണ്ടി നമ്മൾ ടേബിൾ പോകും. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും. കോളം 2, റോ 2 എന്ന് പറയും. നമുക്ക് 2 റോയും 2 കോളവും ഒന്നും വേണ്ട. നമുക്കാവശ്യം 1 ഈ ഐക്കണിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ എണ്ണം ചുരുക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് 1 എന്ന് അടിച്ചു കൊടുത്താലും മതി. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഒരു ബോക്സ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് നമുക്കൊന്ന് വലുതാക്കേണ്ടതുണ്ട്. ആ ബോക്സ് വലുതാക്കുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ് ടേബിൾ റോ എന്ന് പറയുന്ന ഇവിടെ കൊണ്ടുപോയി നമ്മൾ കഴ്സർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ രൂപം മാറും. ഇങ്ങനെ താഴേക്ക് വലിച്ചു കൊണ്ടുവന്നാൽ അതിൻ്റെ വലിപ്പം കൂടും. അത് 1ാമത്തെ രീതിയാണ്. 2ാമത് ഈ മിന്നുന്ന കഴ്സർ നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെച്ച് അതിൽ എൻ്റർ കൊടുത്താൽ നമുക്ക് അതിൻ്റെ വലിപ്പം കൂട്ടാൻ കഴിയും. നോക്കൂ, ഞാൻ കഴ്സർ ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ കഴ്സർ താഴേക്ക് വരുന്നു. ഇനി വലിപ്പം കൂടുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെയാണ് അതിൻ്റെ ഇൻസേർട്ട് ചെയ്യുന്നത്, ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി നമുക്കതിൽ ടൈപ്പിംഗ് പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ടൈപ്പിംഗ് തുടങ്ങുന്നതിന് വേണ്ടി പാഠപുസ്തകത്തിൽ ഒന്നുകൂടി പോവുക. നമുക്ക് ഈ ടൈറ്റിലാണ്, ഹൈജനിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ ടൈറ്റിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അതിൽ ശ്രദ്ധിക്കുക, ഹൈജനിക് എന്ന് പറയുന്ന H എന്ന അക്ഷരം ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഹൈജനിക് എന്ന് കഴിഞ്ഞിട്ട് ഒരല്പം സ്പേസ് ഉണ്ട്. ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഇതിലും H ക്യാപിറ്റലാണ്. ഈ 2 വാക്കുകൾക്കിടയിൽ ഒരു സ്പേസ് കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആദ്യം ക്യാപിറ്റൽ അക്ഷരം കിട്ടുന്നതിന് വേണ്ടി കീബോർഡിൽ
ക്യാപ്സ് ലോക്ക് ഓണാക്കുക. ഇടത് ഭാഗത്ത് ഇങ്ങനെ അറ്റത്ത് കാണാം ക്യാപ്സ് ലോക്ക്. അത് ഓണാക്കിക്കൊണ്ട് നമ്മൾ എച്ച് എന്നടിച്ചാൽ ക്യാപിറ്റൽ ആയി മാറുന്നത് കാണാം. ഇനിയും നമ്മൾ ബാക്കി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ തന്നെ വരികയുള്ളൂ. പകരം നമുക്ക് സ്മോൾ ലെറ്റർ ആണ് പിന്നെ കെട്ടേണ്ടത്. അതിന് നമ്മൾ ക്യാപ്സ് ലോക്ക് വീണ്ടും ഡിസേബിൾ ആക്കുന്നു, അതായത് ഓഫ് ആക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കൂ, നമുക്ക് ഈ ഹൈജനിക് എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരല്പം സ്പേസ് വേണം. സ്പേസിന് വേണ്ടി നമ്മൾ തള്ളവിരൽ കൊണ്ട് സ്പേസ് ബാർ, അടിയിലുള്ള ഈ ബാറിനെയാണ് നമ്മൾ സ്പേസ് ബാർ എന്ന് പറയുന്നത്. ഈ ബാർ നമ്മൾ തട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ക്യാപ്സ് ഓൺ ആക്കുന്നു. എച്ച് ക്യാപിറ്റൽ കിട്ടുന്നതിന് വേണ്ടി വീണ്ടും ക്യാപ്സ് ഓഫാക്കുന്നു. ഇപ്പോൾ ഹൈജനിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഈ ടൈറ്റിലിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യം 3 ലൈന് കൂടി ഇവിടെ ഉണ്ട്. ഈ 3 ലൈനിൽ നമ്മൾ ആദ്യത്തെ സബ് ടൈറ്റിൽ എന്ന നിലയ്ക്ക് ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ഫുഡ് എന്നാണ്. അതിൽ ഇവിടെ ഈ ഐ എന്നുള്ളത് നമുക്ക് വലിയ അക്ഷരമാക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ക്യാപ്സ് ലോക്ക് നീക്കിയിട്ടടിക്കണം. ഈ വാക്കുകൾക്ക് ഇടയിൽ സ്പേസുകൾ വേണം. സ്പേസ് ബാർ തട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ ഈ 3 സെൻറ്റൻസുകളും ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കൂ, ഹൈജനിക് ഹാബിറ്റ്സിൻ്റെ ഹാബിറ്റ്സ് എന്ന് കഴിഞ്ഞിട്ടാണ് കഴ്സർ ഉള്ളത്, ഈ മുന്നിൽ കേൾക്കുന്ന കഴ്സർ ഉള്ളത്. ഇനിയും നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും അത് അക്ഷരങ്ങൾ വരിക. പകരം നമുക്ക് താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വാക്കിൻ്റെ അവസാനം കഴ്സർ കൊണ്ടുപോയി വെച്ചതിന് ശേഷം എൻ്റർ കീ അമർത്തിയാൽ നമുക്ക് താഴേക്ക് ലൈന് വരുന്നതാണ്. ഞാൻ എൻ്റർ കീ അമർത്തുകയാണ്. എന്നിട്ട് ടൈപ്പിംഗ് തുടങ്ങുകയാണ്. വീണ്ടും ഞാൻ എൻ്റർ കീ അമർത്തുകയാണ്. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുകയാണ്. വീണ്ടും എൻ്റർ കീ അമർത്തുന്നു. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുന്നു. ഇവിടെ നോക്കൂ, ഞാൻ അവസാനത്തെ സെൻറ്റൻസ് ഐ വിൽ കട്ട് മൈ നെയിൽസ് വീക്ക്ലി എന്നാണ് ഞാൻ അടിച്ചത്. ഈ വീക്കിലി തെറ്റായിട്ടാണ് ഞാൻ കൊടുത്തത്. വീക്കിലിയുടെ സ്പെല്ലിംഗ് ഇതല്ല. ഇങ്ങനെ നമുക്ക് വാക്കുകൾ തെറ്റുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? 2 രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ കഴ്സർ ഉള്ളത് വീക്കിലിയുടെ അവസാനത്തിലാണ്. നമുക്ക് കീബോർഡിൽ ബാക്ക് ആരോ കീ എന്ന് പറയുന്ന കാണിച്ചു തരാം. ഇതാണ് ആ കീ. ഈ ബാക്ക് ആരോ കീ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാക്കിനെ പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, മായ്ച്ച് കളയാൻ കഴിയും. YLKE ഇതൊക്കെ ഞാൻ മായ്ച്ചു. എന്നിട്ട് എനിക്ക് യഥാർത്ഥ അക്ഷരം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയും. വീക്കിലി എന്നാക്കി. ഇത് വാക്കിൻ്റെ അവസാനത്തെ അക്ഷരങ്ങൾ തെറ്റിയാൽ ഒഴിവാക്കുന്ന സംഗതിയാണ്. ഇത് കഴ്സറിൻ്റെ പിന്നിലുള്ളത് മായ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ബാക്ക് കീ ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ, എനിക്ക് ഈ KLY എന്ന് ഒന്നായിട്ട് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, ഈ വാക്ക് ഒന്നായിട്ട് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ
നമ്മൾ ഒഴിവാക്കേണ്ട വാക്ക് സെലക്ട് ചെയ്യുകയും എന്നിട്ട് ഡിലീറ്റ് കീ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുകയും ചെയ്യണം. ഒഴിവാക്കേണ്ട വാക്ക് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുകയും ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ഞാൻ സെലക്ട് ചെയ്ത വാക്കുകൾ മുഴുവനായിട്ട് പോയിരിക്കുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിയാൽ പ്രയാസപ്പെടേണ്ടതില്ല എന്നർത്ഥം. ഇനി നോക്കൂ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ സ്പേസ് ഇടുന്നതിനെക്കുറിച്ചും ക്യാപിറ്റൽ ലെറ്ററുകൾ വരുന്നതിനെക്കുറിച്ചും അക്ഷരങ്ങൾ തെറ്റിയാൽ അത് മായ്ച്ച് വേറെ അക്ഷരങ്ങൾ അടിക്കുന്നതിനെക്കുറിച്ചും വാക്ക് ഒന്നായിട്ട് തെറ്റുകയാണെങ്കിൽ അത് മായ്ച്ച് വേറെ വാക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുമൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ഇനി നമുക്ക് ആവശ്യം ഇത് അലൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായി ഒരു നോട്ടീസിൻ്റെ അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൻ്റെ തലക്കെട്ട് സ്വാഭാവികമായും വലുതായിരിക്കും. തലക്കെട്ട് വലുതാക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഈ വാക്കുകൾ മൊത്തമായിട്ടൊന്ന് താഴേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എവിടെയാണോ നമുക്ക് താഴേക്ക് കൊണ്ടുവരേണ്ട ഭാഗം അവിടെ കൊണ്ടുപോയി കഴ്സർ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ച് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ആ വാക്കുകൾ മുഴുവനായിട്ട് താഴേക്ക് വരുന്നതാണ്. ഇനി നോക്കൂ, ഇതാണ് ഹൈജനിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമുക്ക് തലക്കെട്ടായി വരേണ്ടത്. നമുക്ക് തലക്കെട്ട് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഹാബിറ്റ്സിൻ്റെ അവസാനം കഴ്സർ കൊണ്ടുപോയി വെച്ചതിന് ശേഷം എൻ്റർ അമർത്തിയാൽ തലക്കെട്ട് അവിടെ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഹൈജനിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ് മൊത്തമായിട്ട്. നമുക്ക് എന്ത് മാറ്റങ്ങൾ ഇതിലേക്ക് വരുത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ മാറ്റങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നോക്കൂ, സ്വാഭാവികമായിട്ടും തലക്കെട്ടിലെ അക്ഷരങ്ങളുടെ ഫോണ്ട് സൈസ് ഒന്ന് കൂടേണ്ടതുണ്ട്. ഫോണ്ടിൻ്റെ സൈസ് കിട്ടണമെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ മേൽഭാഗത്തുള്ള 12 ഇപ്പോൾ നോർമലായിട്ടുള്ള ഫോണ്ട് സൈസ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് വലിയ അക്ഷരത്തിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇതാ ഞാൻ 12 ഉള്ളത് 40 മാറ്റിയിരിക്കുന്നു. ഹൈജനിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന തലക്കെട്ട് നമുക്ക് വലുതായി കിട്ടിയിരിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി തലക്കെട്ട് അതിൻ്റെ ക്രമീകരണമാണ് അടുത്തത്. ഇപ്പോൾ തലക്കെട്ട് നിൽക്കുന്നത് അലൈൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഭാഗത്തേക്കാണ്. നമുക്കത് സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അലൈൻ ചെയ്യുന്ന ടൂളുകളാണ് ഈ കാണുന്ന ടൂളുകൾ. ഈ 4 രീതിയിൽ നമുക്ക് അതിനെ അലൈൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ലെഫ്റ്റാണ്. നമ്മൾ സെൻറ്റർ എന്ന് പറയുന്ന ഹൊറിസോണ്ടലി എന്ന് പറയുന്ന ഈ ഭാഗത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് അലൈൻ ചെയ്യുന്നത് കാണാം. ഇനി അലൈൻ റൈറ്റിലേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് അലൈൻ ചെയ്യുന്ന കാണാം. ഇനി ജസ്റ്റിഫൈഡ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നോക്കൂ, അങ്ങനെ നമുക്ക് ചെയ്യുന്നതായി കാണാൻ കഴിയും. ഇനി നമുക്ക് അത് സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് വേണ്ടത് ആ തലക്കെട്ടിൻ്റെ കട്ടി കൂട്ടുക എന്നുള്ളതാണ്. ഈ സെലക്ഷൻ ഒഴിവാക്കരുത്, വീണ്ടും നമ്മൾ സെലക്ഷനിൽ തന്നെ നിർത്തുക. അതിനു വേണ്ടിയുള്ളതാണ് ഈ 3 ഐക്കണുകൾ. ഇവിടെ നോക്കൂ, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ കാണാൻ കഴിയും. നമുക്കത് ബോൾഡ് ആക്കുന്നതിന് വേണ്ടി ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ അത് ബോൾഡായിട്ട് നമുക്ക് കിട്ടും. ഇനി നോക്കൂ, ഇനി നമുക്ക് ആവശ്യം അതിനെ വേണമെങ്കിൽ ഒരു ഇറ്റാലിക് രീതിയിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് കൊടുത്താൽ മതി. അതിനൊരു അണ്ടർലൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. വീണ്ടും ബോൾഡാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇറ്റാലിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ വീണ്ടും അത് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി അതിൻ്റെ സബ് ടൈറ്റിൽ ക്രമീകരിക്കുകയാണ്. സബ് ടൈറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവനായിട്ട് സബ് ടൈറ്റിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് സെൻറ്ററിലേക്ക് ജസ്റ്റിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ ടൈറ്റിലിൻ്റെ മുൻഭാഗത്ത് കൊണ്ടുപോയി കുറച്ചുകൂടി താഴേക്ക് അത് കൊണ്ടുവരികയാണ്. ഇനി ടൈറ്റിലും ഒന്ന് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാന ഭാഗത്ത് കഴ്സർ വെച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി ഞാൻ ഈ സബ് ടൈറ്റുകൾ മൊത്തം സെലക്ട് ചെയ്ത് ആ ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടുകയാണ്. 12 ആണുള്ളത്. ഞാനതൊന്ന് താഴേക്ക് കൊണ്ടുവന്നു 22 മാറ്റുകയാണ്. ഇത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ ബോൾഡ് ആക്കാവുന്നതാണ്, അതുപോലെ തന്നെ ഇറ്റാലിക് ആക്കാവുന്നതാണ്, അണ്ടർലൈൻ കൊടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ നിൽക്കുന്നത് അണ്ടർലൈൻ ഒഴിവാക്കി ബോൾഡിൽ ഒഴിവാക്കി ബോൾഡ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ട് സൈസാണ് ഇപ്പോൾ മാറ്റിയത്. ഇനി ഇവിടെ വന്ന് ഫോണ്ട് നെയിം നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് ആവശ്യം ഈ ഫോണ്ടിൻ്റെ മൊത്തം നെയിം മാറ്റിയിട്ട് പുതിയ ഒരു ഫോണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഈ ആബ്സെൻ്റ് ഇനിയോ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, മൊത്തം സെലക്ട് ചെയ്ത് ഞാൻ മൊത്തം ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ആദ്യം കണ്ട രീതിയിലല്ല നമ്മുടെ ഫോണ്ടുള്ളത്. നമുക്ക് ഏത് രീതിയിലുള്ള ഫോണ്ട് വേണമെങ്കിലും ഇവിടെ ഈ ഫോണ്ട് നെയിം എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് നമുക്ക് അത് മാറ്റി എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇത് എടുത്തു എന്ന് മാത്രമുള്ളൂ. നിങ്ങൾക്ക് ഏതും ആവശ്യത്തിന് ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. നോക്കൂ, ഇത്രയുമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കഴ്സർ കൊണ്ടുപയോഗിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അതിൻ്റെ ആ ബോക്സിൻ്റെ കട്ടിയൊക്കെ ഒന്ന് കുറക്കാവുന്നതാണ്. അതിൻ്റെ വിടുത്തും വലിപ്പവും ഒക്കെ നമുക്കൊന്ന് കുറക്കാവുന്നതാണ്. ഈ മൂലയിൽ കൊണ്ടുപോയി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റാവുന്നതാണ്. ഇത് നോക്കൂ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മൊത്തം മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരല്പം കളർ മാറ്റുന്നതിന് വേണ്ടി നമ്മളിതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസും ഫോണ്ടിൻ്റെ സൈസും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിൻ്റെ സബ് ടൈറ്റുകൾ ക്രമീകരിച്ച് അതിൻ്റെ മോടി കൂട്ടാവുന്നതാണ്. ഇങ്ങനത്തെ വർക്കുകൾ കൊടുത്ത് നമുക്ക് കുട്ടികളെ അതിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം പ്രിൻ്റ് എടുക്കുന്നതിന് നമുക്കറിയാം ഇവിടെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. PDF ആക്കുന്നതിന് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അത് ക്ലാസ്സുകളിൽ ഒട്ടിച്ച് വെച്ച് നമ്മുടെ പ്രദർശനം ഒക്കെ സംഘടിപ്പിക്കാവുന്നതാണ്. ഇനി ഇത് സേവ് ചെയ്യുന്നത് കാണിക്കുകയാണ്. സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ പോവുക. സേവ് ചെയ്യാൻ ഇവിടെ ഒരു ഐക്കണുണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫയലിൽ പോകാവുന്നതാണ്. നമ്മൾ സേവ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് സേവ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇപ്പം സെലക്ട് ആയിരിക്കുന്നത് ccjafar എന്ന് പറയുന്ന എൻ്റെ ഈ ഫോൾഡറിലാണ്. പകരം എനിക്ക് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന നമ്മൾ ആദ്യം പേര് ഒന്ന് കൊടുക്കുക. ഞാൻ ഈ ഫയലിന് CC എന്നുള്ള പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് ഡെസ്ക്ടോപ്പിലാണ് അത് വരേണ്ടത്. എന്നിട്ട് ഇവിടെ സേവ് എന്ന ബട്ടൺ അമർത്തിയാൽ അവിടെ ഡെസ്ക്ടോപ്പിൽ എൻ്റെ ഈ വർക്ക് സേവ് ആയത് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. നമ്മൾ സേവ് ആയെന്നത് ccdoc.odt എന്ന് പറയുന്ന ഈ ഫോർമാറ്റിൽ എൻ്റെ ഈ വർക്ക് സേവ് ആയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് ടൈപ്പിങ്ങും അതിൻ്റെ അലൈൻമെൻറ്റും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇതോടുകൂടി നമുക്ക് ഈ പാഠഭാഗം അവസാനിപ്പിക്കാവുന്നതാണ്. ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ പോകുക. എന്നിട്ട് എക്സിറ്റ് ലിബ്രിയോഫീസ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് അവസാനിപ്പിക്കാവുന്നതാണ്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.